ബി.ജെ.പി. ക്യാമ്പിൽ വല്ലാതെ ആശങ്ക പടർത്തുന്ന ഒരു അസംബ്ലി പ്രീ പോൾ സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ട്വിറ്ററും സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ആ സർവേ ഫലമാണ്. മഹാരാഷ്ട്രയുടെ ലോക് പോൾ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വളരെ മുൻപേ തന്നെ കൃത്യതയോടെ പ്രവചിച്ച ഏറെ പ്രശസ്തി നേടിയ ലോക് പോൾ തന്നെയാണ് ഈ സർവേ ഫലവും പുറത്തുവിടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹരിയാനയിലെയും ജമ്മു കാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി.ജെ.പി. അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന മഹാരാഷ്ട്രയെ സംബന്ധിക്കുന്ന ലോക് പോൾ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി വൻ വിജയം നേടുമെന്നാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത്. അതോടൊപ്പം ഒരു തൂക്ക് മന്ത്രിസഭയുടെ സ്വതന്ത്രരുടെ സഹായത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ചെറു പാർട്ടികളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു തൂക്ക് മന്ത്രിസഭയുടെ സാധ്യതയും ഈ സർവേ ഫലം തള്ളിക്കളയുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സമീപ ചരിത്രത്തിൽ തന്നെ ആദ്യമായി കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ കക്ഷിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും എന്നതാണ് ലോക് പോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 48 ലോക്സഭാ സീറ്റുകളിൽ വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ 154 അസംബ്ലി മണ്ഡലങ്ങളിലും മൊത്തം 288 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 154 അസംബ്ലി മണ്ഡലങ്ങളിലും മഹാവികാസ് അഘാഡി ആയിരുന്നു മുന്നിൽ വന്നത്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുന്നതും കോൺഗ്രസ് പാർട്ടിയായിരുന്നു. 13 സീറ്റുകളാണ് കോൺഗ്രസ് പാർട്ടി അവിടെ നേടിയത്. അതേസമയം ബി.ജെ.പിക്ക് വെറും 9 സീറ്റുകൾ നേടാൻ മാത്രമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് തീപാറുന്ന പോരാട്ടത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക എന്ന കാര്യം ഉറപ്പാണ്. ലോക് പോളിന്റെ സർവേയിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: NDA 115 മുതൽ 128 സീറ്റ് വരെ നേടുമെന്നും അവർക്ക് 38 മുതൽ 41% വരെ വോട്ട് വിഹിതം നേടാനാകുമെന്നുമാണ് ഈ സർവേ പ്രവചിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ശരത് പവാറിന്റെ കീഴിലുള്ള NCPയും ഉദ്ധവ് താക്കറെയ്ക്ക് കീഴിലുള്ള ശിവസേനയും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി 141 മുതൽ 154 സീറ്റ് വരെ നേടുമെന്നും അവർക്ക് 41 മുതൽ 44% വരെ വോട്ട് വിഹിതം നേടാനാകുമെന്നുമാണ് ഈ സർവേ ഫലം പ്രവചിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, 145 ഇവിടത്തെ മെജോറിറ്റി ആവശ്യമായ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷത്തിലേക്ക് മഹാവികാസ് അഘാഡി എത്താതിരിക്കാനുള്ള ഒരു സാധ്യതയും ഇവർ മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷേ എന്തായാലും ബി.ജെ.പിക്കും അതിൻ്റെ സഖ്യകക്ഷികൾക്കും NDAക്ക് മൊത്തത്തിലും മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്താനാകില്ല എന്നത് വ്യക്തമായി ഈ സർവേ ഫലം വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം എന്തൊക്കെ വിഷയങ്ങളാണ് ഇത്തവണത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നതെന്നും ഈ സർവേ ഫലം പരിശോധിച്ചു. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി തുടരുന്ന ബി.ജെ.പി. ശിവസേന ഭരണത്തിന് കീഴിൽ രൂക്ഷമായ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം അഴിമതിയും വിലക്കയറ്റവും ഒക്കെ ചർച്ചയാകുമെന്നാണ് ലോക് പോൾ പറയുന്നത്. ഈ അടുത്ത് അവിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി സ്ഥാപിച്ച ശിവജിയുടെ പ്രതിമ തകർന്നു വീണതടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ലോക് പോൾ സർവേ ഫലം പ്രവചിക്കുന്നത്. അതോടൊപ്പം ഓരോ മേഖല തിരിച്ചും, അതായത് മഹാരാഷ്ട്രയുടെ ഓരോ മേഖലയിലും എങ്ങനെയാണ് വിവിധ മുന്നണികൾ പ്രകടനം കാഴ്ചവെക്കുക എന്നതും ഇവർ വിശദീകരിക്കുന്നുണ്ട്. വിദർഭ മേഖലയിൽ മഹാവികാസ് അഘാഡിയുടെ ഒരു ക്ലീൻ സ്വീപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെങ്കിൽ, ഖാന്ദേശ് മേഖലയിൽ സമാസമമായിരിക്കും മഹാവികാസ് അഘാഡിയുടെയും NDAയുടെയും പ്രകടനം. ഇതിന് പ്രധാന കാരണം ആ മേഖലയിലെ RSSന്റെ സജീവ സാന്നിധ്യമാണെന്ന് ലോക് പോൾ സർവേ ഫലം പറയുന്നു. അത് കഴിഞ്ഞാൽ താനെ കൊങ്കൺ മേഖലയിൽ മഹാവികാസ് അഘാഡിയേക്കാൾ ഒരുപടി മുന്നിലെത്താൻ NDAക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഈ സർവേ ഫലം പ്രവചിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവർക്ക് ലഭിക്കുന്നില്ല. പക്ഷെ അതിന് പ്രധാനമായി അവർ കാണിക്കുന്ന കാരണങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, മേൽജാതിക്കാർക്കിടയിൽ അല്ലെങ്കിൽ സവർണ ജാതിക്കാർക്കും ഇടയിൽ ബി.ജെ.പിക്ക് ഇപ്പോഴും നിലനിർത്താനാവുന്ന സ്വാധീനം തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ മുംബൈ മേഖലയിലേക്ക് വരുമ്പോൾ മഹാവികാസ് അഘാഡി വീണ്ടും മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം പശ്ചിമ മഹാരാഷ്ട്രയിലും മഹാവികാസ് അഘാഡി മുന്നോട്ട് തന്നെയാണ്.
മറാത്താവാഡ മേഖലയിലും, മറാത്ത പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന മറാത്താവാഡ മേഖലയിലും മഹാവികാസ് അഘാടി തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുക. താനെ മേഖലയിൽ ഒഴിച്ചു നിർത്തിയാൽ, താനെ കൊങ്കൺ മേഖല ഒഴിച്ചു നിർത്തിയാൽ NDAക്ക് മറ്റൊരു മേഖലയിലും പ്രകടമായ മുന്നേറ്റം കാഴ്ചവെക്കാനാകുന്നില്ല, അല്ലെങ്കിൽ ആകില്ല എന്നാണ് ലോക് പോൾ സർവേ ഫലം പ്രവചിക്കുന്നത്. ഇത്തവണ ഹരിയാന തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുമെന്നാണ് പലരും കണക്കുകൂട്ടിയതെങ്കിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അതിനുശേഷമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വൈകി വന്നാലും അതിന് അല്പം നേരത്തെ സംഭവിച്ചാലും BJPയുടെ പരാജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായ കാര്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPയേക്കാൾ വലിയ ഒറ്റക്കക്ഷിയായി മഹാരാഷ്ട്രയിൽ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. 13 സീറ്റുകൾ നേടി. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 1 സീറ്റ് മാത്രം നേടാനായ കോൺഗ്രസ് 13 സീറ്റുകളിലേക്ക് അവരുടെ ടാലി ഉയർത്തിയപ്പോൾ 23 സീറ്റുകൾ സ്വന്തമായി ഉണ്ടായിരുന്ന BJP മഹാരാഷ്ട്രയിൽ വെറും 9 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയും രാജ്യം കണ്ടു. അതോടൊപ്പം തന്നെ BJPയുടെ സഖ്യകക്ഷികൾക്കും വലിയ തിരിച്ചടിയേറ്റൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ശരത് പവാറിന്റെ കീഴിലുള്ള NCPയെ പിളർത്തി മരുമകൻ അജിത് പവാറിനെയും ഒരു കൂട്ടം നേതാക്കളെയും കൂടെ എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിലും വോട്ട് വിഹിതം കൂടെ എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അവർക്ക് അതായത് NCPയിലെ അജിത് പവാർ വിഭാഗത്തിന്, BJPയോടൊപ്പമുള്ള NCP വിഭാഗത്തിന് വെറും 1 സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. അതേസമയം NCP ശരത് പവാർ വിഭാഗം 8 സീറ്റുകൾ നേടുന്ന കാഴ്ച, അതായത് BJPയേക്കാൾ വെറും 1 സീറ്റ് കുറവ് എന്ന കാഴ്ചയിലേക്ക് എത്തുന്നതും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പ്രകടനമാണ്. 5 MP-മാർ മാത്രം കൂടെ ഉണ്ടായിരുന്ന ഇടത്തു നിന്നും 9 സീറ്റുകൾ വിജയിക്കുന്ന നിലയിലേക്ക് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിവസേനയുടെ വിമത വിഭാഗമായ, അല്ലെങ്കിൽ BJPയോടൊപ്പമുള്ള വിഭാഗമായ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് വെറും 7 സീറ്റുകളെ വിജയിക്കാൻ സാധിച്ചുള്ളൂ എന്നതും ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും തീപാറുന്ന പോരാട്ടത്തിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ്. ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തുക എന്നത് അവരുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയാണ് ലോക് പോൾ സർവേ ഫലം പ്രവചിക്കുന്നത്.